അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയാണ്, ലാ തസ്അലു അഖാക അൻ സിയാമിഹി. ഒരിക്കലും പോലും നിന്റെ കൂട്ടുകാരനോട് അവൻ്റെ നോമ്പിനെ കുറിച്ച് നീ ചോദിക്കരുത്. അതായത് സുന്നത്ത് നോമ്പോ ഏത് നോമ്പാണെങ്കിലും ഇന്ന് നോമ്പുണ്ടോ, അങ്ങനൊരു ചോദ്യം നീ ചോദിക്കരുത്. വല്ലാത്തൊരു ചിന്തയാണ്, വല്ലാത്തൊരു ഉപദേശമാണ്. എന്തിനാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെ പറഞ്ഞത്? എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫൈനഹു ഇൻകാന അനസ്വാഇമൻ ഫരിഹത്ത് നഫ്സഹു. സുന്നത്തായ നോമ്പുള്ള ദിവസങ്ങളിലോ അല്ലാത്ത സമയത്തോ ഒരാളെക്കുറിച്ച് നിനക്കിന്നു നോമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ രണ്ടാം ഒരു മറുപടി ആയിരിക്കും പറയുക. ഒന്ന്, എനിക്ക് നോമ്പുണ്ട് എന്നവൻ പറയും. അപ്പോൾ മനുഷ്യനാണല്ലോ, അവൻ്റെ കൽബിൽ ഒരു സന്തോഷം ഉണ്ടാവും. എനിക്ക് നോമ്പുണ്ട് എന്നതിന് ഇയാൾക്ക് മനസ്സിലായാലോ, ഇയാളെ അറിയിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചല്ലോ, അതോടുകൂടെ ആ നോമ്പിൻ്റെ കൂലി നഷ്ടപ്പെട്ടു പോവുകയാണ്, കുറയുകയാണ്. കാരണം നോമ്പ് എന്നുള്ളത് റബ്ബിനും ആ അടിമക്ക് മാത്രമേ അറിയുന്നൊരു വിഷയമാണ്. ബാക്കിയുള്ള ഏത് ഇബാദത്ത് പോലെയല്ല നോമ്പ് എന്നുള്ളത്. അത് അവനിക്കും റബ്ബിനും മാത്രം. അപ്പോൾ ഒരാളെക്കുറിച്ച് അവന് നോമ്പുണ്ടോ ഇല്ല എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരാളെക്കുറിച്ച് നോമ്പുണ്ടോ എന്ന് നീ ചോദിക്കരുത്. കാരണം ഒന്നിരിക്കലോ അയാൾ സത്യം പറയും. സത്യം പറയുമ്പോൾ മനുഷ്യന്മാരാണല്ലോ, അദ്ദേഹത്തിൻ്റെ കൽബിൽ സന്തോഷം ഉണ്ടാവും. എൻ്റെ നോമ്പ് ഇദ്ദേഹം അറിഞ്ഞല്ലോ എന്നും, അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ കൂലി നഷ്ടപ്പെടുമല്ലോ. എന്നിട്ട് ബഹുമാനപ്പെട്ടു പറഞ്ഞു, വൈകാല അനൈറുസായിമിൻ ഹസനത്ത് നഫ്സുഹു. എന്നെ അദ്ദേഹം ഞാൻ നോമ്പുണ്ടെന്ന് പറയുന്നത് കൊണ്ട് എൻ്റെ കൽബിൽ ഒരു കിബിര് വരും. അതിന് വേണ്ടി അയാൾ കളവ് പറഞ്ഞാലോ, ഞാൻ നോമ്പുകാരനല്ല എന്ന് പറഞ്ഞാലോ, അതും തെറ്റാണല്ലോ. അങ്ങനെ പറയലോടുകൂടെ അദ്ദേഹത്തിനൊരു മനസ്സിനൊരു ബേജാരണോ, ഞാൻ നോമ്പുകാരനാണെന്ന് പറയാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഒരു കളവ് പറയേണ്ടി വന്നല്ലോ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ രണ്ടാളൊരു മറുപടി നടക്കുകയുള്ളൂ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വകിലാഹുമാ മിൻ അലാമത്തി റിയാ. വല്ലാത്തൊരു വാക്കാണ് ഇത്. രണ്ടും റിയാഇന്റെ ഇനത്തിൽപ്പെട്ടതാണ്. എന്താണ് റിയാ എന്നുള്ളത്? ഒരു ഇബാദത്ത് മറ്റുള്ളവർ കാണുന്നതുകൊണ്ട്, മറ്റുള്ളവർ അറിയുന്നതുകൊണ്ട് ഇവൻ സന്തോഷിക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിലെന്തോ ഒരു സന്തോഷം, അതാണ് റിയാ. അപ്പൊ ഈ രണ്ട് വിഷയത്തിലും അവൻ നോമ്പുണ്ട് എന്ന് പറഞ്ഞാലും നോമ്പില്ല എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരു തെറ്റ് അവനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചതുപോലെയായി. ഒരു നോമ്പിന് അള്ളാഹുമായിട്ട് നല്ല കലക്ഷനുള്ള, നല്ല ബന്ധമുള്ള ഒരു ഇബാദത്താണ്. ചിലപ്പോൾ ഒരു നോമ്പിൻ്റെ പേരിൽ തന്നെ അള്ളാഹു എത്രമാത്രം അദ്ദേഹത്തിലേക്ക് ബറക്കത്തും പ്രതിഫലമൊക്കെ നൽകും. അത് നമ്മളാൽ അതിനെ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരോട് ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണമെന്നാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഇതിൽ ധാരാളം പാഠങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഒന്നും കൂടി നാം ശ്രദ്ധിക്കേണ്ടത് എത്രമാത്രം നമ്മുടെ കൽബിനെ സൂക്ഷിക്കണം. നല്ല അമലുകൾ ചെയ്തതുകൊണ്ട് കാര്യമായില്ല, അതൊന്ന് പൂർണ്ണമാകണമെങ്കിൽ എത്രമാത്രം നാം സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഈ സംഭവത്തിലൂടെ, ഈ ഉപദേശത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.